Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh Shetty. Today I am going to take you to CBSE Class 10 Chapter 2. It's an economics chapter and name of the chapter is Sectors of Indian Economy. If you have not subscribed to my channel, please subscribe and press the bell icon. Kindly watch the video till the very end and leave your valuable comments on the comment box. As we always do, we deal with the important previous questions and answers of CBSE board exam. Explain the various kinds of economics activities. അതായത് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഒരു രാജ്യത്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. The various economic activities can be broadly divided into primary, secondary and tertiary sectors. അതായത് പ്രധാനമായിട്ട് മൂന്ന് സെക്ടേഴ്സ് ആയിട്ടാണ്, മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആക്ടിവിറ്റീസിനെ, പ്രവർത്തനങ്ങളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. The first one is the primary sector. The primary sector is known because it forms the base for all products that we subsequently make. അതായത് ഏത് ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. Since most of the natural products we get are from agriculture, dairy, fishing, forestry, etc., this sector is called agriculture and related sector. Primary sectorനെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്, കാർഷികമായിട്ടുള്ള സെക്ടർ എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ഇത് കൂടുതലും പ്രകൃതിദത്തമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ടും ഫിഷിംഗ്, ഫോറസ്ട്രി പോലുള്ള മേഖലകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ്. Now we move on to secondary sector. The secondary sector covers activities in which natural products are changed in other forms through ways of manufacturing that we associate with industrial activity. വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളെ മറ്റു രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ നേച്ചർ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ളതല്ല, ബട്ട് ഹാസ് ടു ബി മെയ്ഡ് ആൻഡ് therefore some process of manufacturing is essential. ഇത് പ്രകൃതിയിൽ ആ സ്വഭാവത്തിൽ ഉള്ള വിഭവങ്ങളല്ല, മറിച്ച് ഇത് നിർമ്മിച്ചെടുക്കുന്നവയാണ്. This could be in a factory, workshop or at home. ഏതെങ്കിലും ഒരു വ്യവസായശാലയിലോ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ വീടുകളിലോ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സെക്കൻഡറി സെക്ടേഴ്സിൽ രൂപപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, യൂസിംഗ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റ് വി സ്പിൻ യാൺ ആൻഡ് വീവ് ക്ലോത്ത്സ്. നമുക്കറിയാം, ഈ പരുത്തി വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ സ്വഭാവത്തിലല്ല അത് പ്രകൃതിയിൽ നിലനിൽക്കുന്നത്. പകരം ചർക്കയിലും മറ്റ് തുണി മില്ലുകളിലും നമ്മൾ കോട്ടൺ ഫൈബേഴ്സ് എടുത്ത് നമ്മളത് പ്രോസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Since this sector gradually became associated with the different kinds of industries that came up, it is also called an industrial sector. ഇതിന് വ്യാവസായിക സെക്ടർ എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇത് പലവിധ വ്യവസായങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. Now moving on to the third sector, that is the tertiary sector. After primary and secondary sectors, there is a third category of activities that falls under tertiary sector and is different from the above two. ഈ tertiary sector എന്ന് പറയുന്നത് മൂന്നാമത്തെ വിഭാഗമാണ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് അതിനാൽ തന്നെ വ്യത്യസ്തവുമാണ്. These are the activities that help in the development of primary and secondary sectors. ഇത് പ്രാഥമികവും സെക്കൻഡറിയുമായിട്ടുള്ള ഇതിന്റെ സെക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയ സ്റ്റേജ് ആണ്. These activities by themselves do not produce a good, but they are an aid on support for the production process. ഇതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉൽപ്പന്നമല്ല, but they are on aid on support for the production process.
ഇതെന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയാണ്. Occasionally, the goods produced have to be transported and otherwise have to be kept in godowns. ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ചിലത് ഗോഡൌണിൽ സൂക്ഷിക്കേണ്ടതും മറ്റു ചിലതൊക്കെ വ്യവസായ ആവശ്യങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ടതും ആണ്. Transportation, storage, communication, banking, trade are some of the examples of tertiary activities. ഈ ടെറിട്ടറി ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, രണ്ട് സ്റ്റോറേജ്, ഗോഡൌണിലും മറ്റും സ്റ്റോർ ചെയ്യുക, ശേഖരിച്ചു വെക്കുക എന്നുള്ളത്. ദെൻ കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ട്രേഡ് എക്സെട്ര. ഇതുമെല്ലാം ടെറിട്ടറി ആക്ടിവിറ്റീസിന്റെ പ്രധാനമായിട്ടുള്ള വിഭാഗങ്ങളാണ് എന്നുള്ളതാണ്. Since the activities generate services rather than goods, ഇത് കൂടുതലും എന്താണ്, സേവന മേഖലയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Hence it is called service sector also. അതിനെ സർവീസ് സെക്ടർ എന്നും അതുകൊണ്ട് അറിയപ്പെടുന്നു. Now moving on to the second question. How do we count the various goods and services and know the total production in each sector? ഓരോ ഉൽപ്പന്നങ്ങളുടെയും മൂല്യം നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്, പ്രൊഡക്ഷനെ ഓരോ സെക്ടറും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ് ചോദ്യം. That means it's a comparison between primary, secondary and tertiary sectors. The various production activities in the primary, secondary and tertiary sectors produce a very large number of goods and services. ഇത് പലവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു എന്ന് നമ്മൾ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ നിന്ന് പഠിച്ചതാണ്. So the next step is to see how much goods and services are produced and how many people work in each sector. അതായത് ഓരോ മേഖലയിലും എത്രത്തോളം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം സേവനങ്ങൾ ഓരോ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. In an economy, there could be one or more sectors which are dominant in terms of total production and employment, while other sectors are relatively small in size. നമ്മുടെ രാജ്യത്തായാലും ഏത് സമ്പദ് വ്യവസ്ഥയിലായാലും ഇതിൽ ഈ മൂന്ന് സെക്ടേഴ്സിനും തുല്യ പ്രാധാന്യമാകണം എന്നില്ല. ഏതെങ്കിലും ഒന്നിന് പ്രസക്തി കൂടുതൽ ഉണ്ടാകാം. അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇൻ ടേംസ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അവിടുത്തെ ജോലി സാധ്യതകളും ഉൽപ്പന്ന സാധ്യതകളും മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് ഡോമിനന്റും മറ്റുള്ളത് കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസും ആകാം, ചെറുതായിട്ട് ആകാം. To solve this issue, economists suggest that the value of goods and services should be used rather than adding up the actual numbers. അതാണ് ഈ ഗുഡ്സും സേവനങ്ങളും എല്ലാം തന്നെ നമ്മൾ അത് ക്രോഡീകരിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് അതിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിലല്ല അർത്ഥം. ഇത് അതിന്റെ ഉപയോഗത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. The value of final goods and services produced in each sector during a particular year provides the total production of the sector for that year. അതായത് ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് ആ വർഷത്തെ ആ രാജ്യത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ആയിട്ട് പറയപ്പെടുന്നത്. ഇതിനെ ഒരു ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. That we are going to study in the next sentence. The sum of production in these three sectors gives what is called gross domestic product of a country. GDP എന്നറിയപ്പെടുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് സെക്ടേഴ്സിന്റെ ടോട്ടൽ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ്. GDP shows how big the economy is. ഓരോ രാജ്യത്തിന്റെയും GDP ആണ് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം നിശ്ചയിക്കുന്നത്. Over a period of years, priority has shifted from secondary sector to tertiary sector. നമ്മുടെ രാജ്യത്തിന്റെ ആയാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കാര്യത്തിൽ നോക്കിയാൽ സെക്ടേഴ്സിന്റെ പ്രയോറിറ്റി ഷിഫ്റ്റ് ആവുകയും സെക്കൻഡറിയിൽ നിന്ന് ടെറിട്ടറി സെക്ടറിന് പ്രാമുഖ്യം കൂടുതൽ കിട്ടുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ഗായത്രി, the service sector has become the most important in terms of total production. അതായത് സേവന മേഖലയാണ് ഇന്ന്, അതല്ലെങ്കിൽ ടെറിട്ടറി സെക്ടറാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കിട്ടിയിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. Because most of the working people
are employed in service sector. അതാണ് അതിന്റെ പ്രധാന കാരണം. ടെറിട്ടറി സെക്ടറിന് അല്ലെങ്കിൽ സർവീസ് സെക്ടറിന് ഇത്രയും പ്രാമുഖ്യം കിട്ടാൻ കാര്യം നമ്മുടെ രാജ്യത്ത് കൂടുതൽ ജനങ്ങളും സേവന മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. This is the general pattern observed. Another way of classifying economic activities into sectors could be on the basis of who owns assets and is responsible for the delivery of services. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. നമുക്കറിയാം പൊതുമേഖല സെക്ടർ എന്നും പൊതുമേഖല സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ സ്വകാര്യ മേഖല എന്ന് പറയുന്നതും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. In the public sector, the government owns most of the assets and provides all the services. In the private sector, ownership of assets and delivery of services is in the hands of private individuals or companies. അതായത് പൊതുമേഖലയിൽ സർക്കാരായിരിക്കും എല്ലാ സ്ഥാപനങ്ങളുടെയും അസറ്റുകളുടെയും അതായത് സ്ഥാപന ജംഗമ വസ്തുക്കളുടെ അധികാരി എന്ന് ഉടമസ്ഥത അവർക്കാണ് എങ്കിൽ സ്വകാര്യ മേഖലയിൽ അതിന്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ഒരു കമ്പനിക്കോ ആയിരിക്കും എന്നുള്ളതാണ്. Railways or post office is an example of private sector, whereas companies like Tata Iron, Tisco, അല്ലെങ്കിൽ Tata Iron and Steel Company Limited or Reliance Industries Limited are privately owned. റെയിൽവേസും പോസ്റ്റ് ഓഫീസ് ഒക്കെ നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ ടിസ്കോ, റിലയൻസ് പോലുള്ളതൊക്കെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖമായ സ്ഥാപനങ്ങൾ. There are some activities which the government has to support. ചില പ്രവർത്തനങ്ങൾ 100% സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി മാത്രം മുന്നേറാൻ കഴിയുന്നതായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The private sector may not continue their production or business unless government encourages it. സ്വകാര്യ മേഖലയിലായിരിക്കും, പക്ഷേ സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ സ്വകാര്യ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, selling electricity as the cost of generator may push up the cost of production of goods in many industries. അതായത് വൈദ്യുതി ഉൽപാദനവും അതിന്റെ ക്രയവിക്രയവും എല്ലാം തന്നെ എന്താണ് ഈ വ്യവസായങ്ങളുടെ ഗുഡ്സിന്റെ പ്രൊഡക്ഷനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. Similarly, the government in India buys wheat and rice from farmers at a fair price. അതായത് ന്യായവിലയ്ക്കാണ് സർക്കാർ ഗോതമ്പ് അല്ലെങ്കിൽ അരി തുടങ്ങിയവയെല്ലാം കൃഷിക്കാരിൽ നിന്നും വാങ്ങുന്നത്. There are a large number of activities which are primary responsibility of the government. അതായത് പലവിധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടവയാണ്. The government must spend on these. ഇക്കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലാണ്. Providing food, shelter, health facilities and education are the primary activities of the government. പൊതുമേഖലാ സ്ഥാപനമായാലും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് ആ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, താമസ സൗകര്യങ്ങൾ, ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നിവ നൽകുക എന്നുള്ളത്. Thus, we have come to the end of this video and this chapter. Thank you all for watching my video.